ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാരഡി പാട്ട് വിവാദ വിഷയമാകുന്നത്. ഇലക്ഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കാലത്ത് ഉയർന്നു വരുന്ന കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആര് ജയിച്ചു ആര് തോറ്റു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിഷ്പ്രഭമാകും, അപ്രത്യക്ഷമാകും. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഒരു പാരഡി പാട്ട്, പോറ്റിയെ കയറ്റിയ പാട്ട് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഏരിയയിലേക്കും സമുദായവും ജാതിയും മതവും കടന്നു കയറുകയാണ്. നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വരെ ഇപ്പോൾ ജാതി കണ്ടെത്തുന്ന ഒരു കാലത്താണ് ഈ പാരഡി പാട്ടും വിവാദമാകുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കേരളീയ സമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളുടെ സൂചകമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിൽ ഗവർണർക്ക് കീഴടങ്ങി സംസ്ഥാന സർക്കാർ. സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കി. നേരത്തെ ഭാരതാംബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർ KS അനിൽകുമാറിനെ പിന്തുണച്ച് സർക്കാരും ഇടത് സംഘടനകളും രംഗത്ത് വന്നിരുന്നു. അതേസമയം KTU VC ആയി ചുമതലയേറ്റതിനു ശേഷം ഡോക്ടർ സിസ തോമസ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദുവുമായി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ സിസ തോമസിനെ കേരള സാങ്കേതിക സർവകലാശാലയിൽ VC ആയി നിയമിച്ചതിനു പിന്നാലെയാണ് കേരള സർവകലാശാലയിലും സർക്കാരിന്റെ കീഴടങ്ങൽ. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സ്ഥലം മാറ്റി സർക്കാർ ഉത്തരവിറക്കി. ഇനി രജിസ്ട്രാർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്നും തന്നെ മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്നും അനിൽകുമാർ ആവശ്യപ്പെട്ടതായി ഉത്തരവിൽ പറയുന്നു. ഇതുപ്രകാരമാണ് ഡോക്ടർ അനിൽകുമാറിനെ തിരികെ DB കോളേജിലേക്ക് പ്രവേശിപ്പിച്ച് ഉത്തരവായത്. ശാസ്താംകോട്ട DB കോളേജിലെ പ്രിൻസിപ്പളായിരുന്നപ്പോഴാണ് ഡോക്ടർ KS അനിൽകുമാറിനെ ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ രജിസ്ട്രാറായി നിയമിച്ചത്. പിന്നീട് പുനർനിയമനവും നൽകി. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കാവിക്കൊടിയേന്തി ഭാരതാംബ വിവാദത്തിന്റെ പേരിൽ ഡോക്ടർ KS അനിൽകുമാറിനെ രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ വലിയ പ്രതിഷേധങ്ങളും നിയമ പോരാട്ടങ്ങളും നടന്നു. സർക്കാരും ഇടത് സംഘടനകളും അനിൽകുമാറിനൊപ്പം നിന്നപ്പോൾ ചാൻസലർ VC മോഹനൻ കുന്നുമേലിനെ പിന്തുണച്ചു. ഒടുവിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലും തീരുമാനമാകാത്തതിനാൽ അനിൽകുമാർ സസ്പെൻഷനിൽ തുടരുകയായിരുന്നു. വിഷയത്തിൽ പ്രതികരിക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ ഡോക്ടർ KS അനിൽകുമാറോ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളോ തയ്യാറായില്ല. 24 തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരള സർവകലാശാലയിൽ കുറേ മാറ്റങ്ങൾ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സമരം ചെയ്തും കേസ് നടത്തിയും എതിരിട്ട ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചതിൽ CPM-ലും SFI-ലും കനത്ത എതിർപ്പ്. ശക്തിയായി എതിർത്തയാളെ തന്നെ ഗവർണറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി VC ആയി നിയമിച്ചതാണ് എതിർപ്പിന് കാരണം. CPM BJP അന്തർധാരയുടെ തെളിവാണിതെന്ന് VC നിയമനത്തിലെ ഒത്തുതീർപ്പിനെ കോൺഗ്രസ് കാണുന്നു, അവർ വിമർശിക്കുന്നു. ഇതിനിടെ VC നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ രേഖാമൂലം സുപ്രീം കോടതിയെ ഇന്ന് അറിയിക്കുകയും ചെയ്തു. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാരും ഗവർണറും ഒത്തുതീർപ്പിലെത്തിയതും ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC ആയി നിയമിച്ചതും CPM നേതാക്കളും DYFI SFI നേതാക്കളും ഞെട്ടലോടെയാണ് കേട്ടത്. സിസയെ താൽക്കാലിക VC ആയി നിയമിച്ചപ്പോൾ മുതൽ സാങ്കേതിക സർവകലാശാലയിൽ സമരവേലിയേറ്റമായിരുന്നു. നഖശികാന്തം എതിർത്ത സിസ തോമസിനെ വീണ്ടും VC ആക്കിയതോടെ മുഖം നഷ്ടപ്പെട്ട നിലയിലാണ് CPM-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകളും. എന്തിനായിരുന്നു സമരമെന്ന ചോദ്യമാണ് പാർട്ടിയെയും പോഷക സംഘടനകളെയും വേട്ടയാടുന്നത്. VC നിയമനത്തിലെ ഒത്തുതീർപ്പ് CPM BJP ധാരണയുടെ തെളിവാണെന്നാണ് ആക്ഷേപം. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായി പോയി? അതൊക്കെ മോളിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെ തീർക്കാൻ? സുപ്രീം കോടതി മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. ഒത്തുതീർപ്പ് രാഷ്ട്രീയം വിവാദമാക്കുന്നതിൽ CPM-ന് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തർക്കം തീർക്കാൻ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് ഭാഷ്യം. വളരെയധികം അനുഭവ സമ്പത്തും പക്വതയും ഒക്കെയുള്ള രണ്ടുപേര് തമ്മിലാണല്ലോ സംസാരിച്ച് ധാരണയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പമോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുന്നതാവും ഉചിതം. ഗവർണറുടെ താല്പര്യപ്രകാരം സാങ്കേതിക സർവകലാശാലയുടെ സ്ഥിരം VC ആയി നിയമിക്കപ്പെട്ട ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. VC നിയമനത്തിലെ സമവായം ചാൻസലറായ ഗവർണർ സുപ്രീം കോടതി അറിയിച്ച് സത്യവാങ്മൂലം നൽകി. വൈസ് ചാൻസലറായി ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ സജി ഗോപിനാഥിനെയും നിയമിച്ച ഉത്തരവ് കൈമാറി. 24 തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പരാമർശിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ CPIM. പാരഡി ഗാനത്തിനെതിരെ പോലീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിന് സൈബർ SP ചുമതലപ്പെടുത്തി. വിവാദത്തിൽ രാഷ്ട്രീയ വാക്പോരും മുറുകുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല നൽകിയ പരാതിയിൽ നിയമോപദേശം തേടിയ ശേഷം കേസെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. പാരഡി ഗാനത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങി. ഇതിനിടെയാണ് പാരഡി ഗാനത്തിനെതിരെ CPIM പരാതിയുമായി നീങ്ങുന്നത്. ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിന്റെ കടുത്ത ലംഘനമാണ്. ഒരു കാരണവശാലും മതസ്ഥാപനങ്ങൾ, ദൈവങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയൊന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണെന്നാണ് കോൺഗ്രസ് പരിഹാസം. പാട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി CPIM മാറിയോ എന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്. ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നത്. CPIMന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംബന്ധിച്ച നിലപാടുകളിൽ ഇരട്ടത്താപ്പുണ്ടെന്ന വിമർശനവും പ്രതിപക്ഷം ഉയർത്തുന്നു. ഇതിനിടെ പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെ തള്ളി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാൻ K ഹരിദാസ് രംഗത്തെത്തി. കേസ് വന്നാൽ നിയമപരമായി നേരിടുമെന്ന് ഗാനമാലപിച്ച ഡാനിഷ് മുഹമ്മദ് പ്രതികരിച്ചു. 24 പത്തനംതിട്ട. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിന് എതിരെ കേസെടുക്കാമെന്ന് പോലീസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. സൈബർ ഓപ്പറേഷൻസ് വിഭാഗമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റം നിലനിൽക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. MG പ്രതീഷ് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. പ്രതീഷ്, സൈബർ SP DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. മാത്രമല്ല പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതൽ കടുക്കുമോ? SKN തീർച്ചയായും പത്തനംതിട്ട തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് ആദ്യമായി പാരഡി ഗാനത്തിനെതിരെ നിയമപരമായി മുന്നോട്ട് വന്നത്. DGPക്ക് പരാതി നൽകുകയായിരുന്നു. ആ പരാതി DGPക്ക് ഈ തുടർ പരിശോധനയ്ക്കായി ഈ സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് കൈമാറി. ഇപ്പോൾ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ആണ് കേസെടുക്കാമെന്ന ഒരു റിപ്പോർട്ട് DGPക്ക് കൈമാറിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പാരഡി ഗാനം എഴുതിയ ഗാനരചയിതാവിനെതിരെയും ഒപ്പം ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെയും കേസ് വരും എന്നതാണ് നിലവിലെ ഒരു പശ്ചാത്തലം. ഈ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ SP കൈമാറിയിരിക്കുന്നത്. ഈ പാരഡി ഗാനത്തിലെ ഓരോ വരികളും പരിശോധിച്ച ശേഷമാണ് അതിൽ ഒരു മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിർദ്ദേശം ആ തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു രാഷ്ട്രീയപരമായ ഒരു വിവാദം കൂടി ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. UDF ഉൾപ്പെടെ വലിയ പ്രചരണ വിഷയമാക്കിയതാണ് ഈ പാരഡി ഗാനം. ഈ തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചുവെന്ന് UDF തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നിയമ നടപടികളിലേക്ക് കൂടി കടക്കുന്നത്. ആദ്യം ഈ പരാതിയുമായി പോയ ഈ സമിതിയെ പിന്തുണച്ചുകൊണ്ട് CPM രംഗത്ത് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ അവരുടെ ആ നടപടി സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹവും നിയമപരമായി പോകുമെന്നുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് രാവിലെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഗാനരചയിതാവിനെതിരെ കേസെടുക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പാരഡി ഗാനം ആലപിച്ച വ്യക്തി ഉൾപ്പെടെ ഈ നിയമപരമായ കാര്യങ്ങൾ അത് അത്തരത്തിൽ നേരിടുമെന്ന വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. ഖത്തറിലെ പ്രവാസിയായ ചാലപ്പുറം സ്വദേശി കുഞ്ഞബ്ദുള്ളയാണ് ഈ വരികൾ എഴുതിയത്. അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹത്തിനെതിരെ ആയിരിക്കും അങ്ങനെയെങ്കിൽ ആദ്യ നടപടി ഉണ്ടാകുക. ഒപ്പം ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചവർക്കെതിരെയും നടപടി വരും എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. SKN. താങ്ക് യു MG പ്രതീഷ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ശ്രീകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തത്. ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ രേഖകൾ ആവശ്യപ്പെട്ട ED ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാളായിരിക്കും വിധി പറയുക. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റ്. മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ SIT ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു അറസ്റ്റ് നടപടി. ശ്രീകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്നാണ് നടപടി. 2019 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ക്രമക്കേടിൽ ശ്രീകുമാറിനും പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ഫയൽ നീക്കുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു ശ്രീകുമാറിന്റെ വാദം.
എസ് ശ്രീകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ നിലവിലെ പ്രതികളിൽ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ മാത്രമാണ് ഇനി അറസ്റ്റ് ചെയ്യാനുള്ളത്. ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് മുൻകൂർ ജാമ്യം തേടി ജയശ്രീ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ എഫ്ഐആറും അന്വേഷണ രേഖകളും ആവശ്യപ്പെട്ട ഇഡി നൽകിയ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി മറ്റന്നാൾ വിധി പറയും. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എം UDF-ൽ വന്നാൽ പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ MLA. പാലാ സീറ്റ് ആരുടെയും ജന്മാവകാശമല്ല. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായും മാണി സി കാപ്പൻ പറഞ്ഞു. UDF എടുക്കുന്ന ഏത് തീരുമാനത്തോടും യോജിച്ച് പ്രവർത്തിക്കും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എന്നുവെച്ചാൽ പാലാ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കളിക്കുമില്ല. അതാരുടെയും ജന്മാവകാശമല്ലോ. ഞാൻ 10,370 വോട്ടിൽ ജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് ചേട്ടൻ പൊക്കോ നാളെ വിളിഞ്ഞ് പോരണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ജോസ് കെ മാണിക്കും പാർട്ടിക്കും സ്വാഗതം. വേറെ ഏത് പാർട്ടികൾക്കും സ്വാഗതം. പാലാ സീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട. LDF-ൽ തങ്ങൾ ഹാപ്പിയാണെന്നും മുന്നണി മാറ്റം ഇല്ലെന്നുമാണ് ജോസ് കെ മാണി പ്രതികരിച്ചത്. പലരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ഉള്ള നിലപാടുകൾ പറഞ്ഞു. അതിൽ സന്തോഷം. നമ്മുടെ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു. നമ്മൾ എടുത്ത നിലപാടും 5-6 വർഷക്കാലം മുമ്പ് എടുത്ത നിലപാടും നമുക്കറിയാം അന്നത്തെ സാഹചര്യവും. ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ഞങ്ങളതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉറച്ചാണ് നിൽക്കുന്നത്. ഏതെങ്കിലും കേട്ടക്കുറവുകളോ ഉയർച്ചയോ പരാജയം വരുമ്പോൾ പെട്ടെന്ന് മാറുന്നതല്ലല്ലോ രാഷ്ട്രീയം. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. അച്യുതൻ, ഇതിനകത്ത് കർക്കശമായൊരു തീരുമാനത്തിലാണോ ജോസ് കെ മാണി, അതോ കുറച്ചുകൂടെ കഴിയുമ്പോൾ കല്ലും നെല്ലും തിരിയും എന്നുള്ള നിലപാടിലാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എം അത് UDF-ലേക്ക് അടുക്കുന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് എം അറിയിച്ചത് നിലവിലെ LDF മുന്നണി തന്നെ തുടരും, അതിൽ യാതൊരു മാറ്റത്തിനും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് 22-ാം തീയതി ഈ UDF യോഗം ചേരുന്നുണ്ട്, അന്ന് ഈ മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്നതുമായിരുന്നു. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെയും CPI-യെയും അദ്ദേഹം ക്ഷണിക്കുകയുണ്ടായി. ഈ വിഷയത്തിലായിരുന്നു മാണി സി കാപ്പന്റെ പ്രതികരണം തേടിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് വരികയാണെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പാലാ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അത് വിട്ടുകൊടുത്തുള്ള ഒരു കളിക്കും തയ്യാറല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി സി കാപ്പൻ. അതായത് പാലാ സീറ്റ് വിട്ടു നൽകില്ല. UDF എടുക്കുന്ന ഏത് തീരുമാനത്തോടും യോജിച്ച് നിൽക്കും. ഏത് പാർട്ടിക്കും UDF-ലേക്ക് വരാം. എന്നാൽ പാലാ സീറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് താൻ വിട്ടു നൽകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ മാണി സി കാപ്പൻ തുടരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ജോസ് കെ മാണിയും മാണി സി കാപ്പൻ പങ്കെടുത്ത പരിപാടിയിൽ ജോസ് കെ മാണിയും പങ്കെടുത്തിരുന്നു. ജോസ് കെ മാണിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ നമ്മൾ തേടി. അദ്ദേഹം പറഞ്ഞത് LDF-ൽ ഇപ്പോൾ കേരള കോൺഗ്രസ് എം ഹാപ്പിയാണ്, അവിടെ ഇപ്പോൾ യാതൊരു തരത്തിലുള്ള മാറ്റവും ചിന്തിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ഏറ്റക്കുറിച്ചിലുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് മുന്നണി മാറേണ്ടതല്ലോ രാഷ്ട്രീയം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും പാലാ സീറ്റിൽ മാണി സി കാപ്പൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അത് വിട്ടുകൊടുത്തുള്ള ഒരു കളിക്കും താനില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് പ്രതീക്ഷ അറിയിക്കുന്നു. ഈ പാരഡി കേസിൽ 1-ാം പ്രതിയായി പോലീസ് കേസെടുത്തു. അതിൽ 1-ാം പ്രതി കുഞ്ഞുപിള്ള, 2-ാം പ്രതി ഡാനിഷ് മലപ്പുറം, 3-ാം പ്രതിയായി CMS മീഡിയ, 4-ാം പ്രതി സുബൈർ പന്തലൂർ. മതവികാരം വ്രണപ്പെടുത്തിയെന്ന രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. ഇതിൽ കേസെടുത്തു എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ കേസെടുക്കാമെന്ന സൈബർ പോലീസിൻ്റെ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി SP റിപ്പോർട്ട് ചെയ്തിരുന്നു കേസെടുക്കാമെന്ന്. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം. ഇതിലെ MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, എപ്പോഴാണ് ഈ വിവരം ലഭിച്ചത്? എപ്പോഴാണ് കേസെടുത്തിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്താണ്? SKN അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സൈബർ പോലീസ് ഈ പാരഡി ഗാനത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. 4 പ്രതികളാണ് ഇപ്പോൾ ഈ FIR-ലുള്ളത്. ഈ പാട്ട് എഴുതിയ ഈ ചാലപ്പുറം സ്വദേശി കുഞ്ഞബ്ദുള്ള, ഇത് ആലപിച്ച ദാനിഷ് മലപ്പുറം, ഒപ്പം ഇത് അപ്ലോഡ് ചെയ്ത CMS മീഡിയ, ഒപ്പം സുബൈർ പാന്തല്ലൂർ. ഈ 4 പേർക്കെതിരെയാണ് മതവികാരം വ്രണപ്പെടുത്തി എന്ന കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്. ഈ FIR-ൽ പ്രധാനമായും പറയുന്നത് 1 മുതൽ 4 വരെയുള്ള പ്രതികൾ ഇന്റർനെറ്റ് മാധ്യമം വഴിയും പൊതുജനങ്ങൾക്കിടയിലും വിശ്വാസ സമൂഹത്തെ, ഒപ്പം മതവിശ്വാസം തകർത്ത് മതവികാരത്തെ അപമാനിക്കും വിധം ഈ ഗാനം രൂപകൽപ്പന ചെയ്തു എന്നതാണ് പ്രധാനമായും FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദുമത വിശ്വാസിയെയും അയ്യപ്പ ഭക്തരെയും ഇത് അപമാനിക്കുന്ന തരത്തിലാണ്. അത് മതവിശ്വാസത്തെ ദോഷകരമായി ബാധിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, എന്നതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഈ FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ 4 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഇന്ന് വൈകിട്ടോട് കൂടി ഈ DGP-ക്ക്
സൈബർ ഓപ്പറേഷൻസ് വിഭാഗം റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇതിൽ മതവികാരം വ്രണപ്പെടുത്തി എന്നതിന് തെളിവുണ്ട്, അല്ലെങ്കിൽ ആ വരികളിൽ കൃത്യമായി മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേസെടുക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു സൈബർ വിഭാഗം DGPക്ക് കൈമാറിയത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 4 പേർക്കെതിരെ ഈ പോറ്റിയെ കേറ്റി എന്നുള്ള പാരഡി ഗാനത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഇത് വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ വലിയ വിവാദത്തിന് സാധ്യതയുണ്ട്. കാരണം UDF ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഈ പരാതിയുമായി പോയതിനെതിരെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ CPM ഉൾപ്പെടെ ആ പരാതിക്കാരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് തുടക്കം മുതൽ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി ഈ പാരഡി ഗാനത്തിലെടുത്ത കേസ് മാറും. SKN. പ്രതീഷ്, എന്തായാലും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ കേരളത്തിലെ ആദ്യ സംഭവമാണ് ഈ ഇലക്ഷൻ കാലത്ത് പാടിയ ഒരു പാട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസ് വരുന്നത്. മാത്രമല്ല PC വിശ്വനാഥനെ പോലുള്ള ആളുകൾ ഇത് ഏറ്റവും വലിയ കോമഡിയായി മാറിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പരിഹാസവും ചൊരിഞ്ഞു കഴിഞ്ഞു. കേരളത്തിലുടനീളം ഇപ്പോൾ ഈ പാരഡി വളരെ ചർച്ച ചെയ്യപ്പെടും. നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നത് ഈ പാരഡി ഗാനം ഒറിജിനൽ പാട്ടിനേക്കാളും വൈറലായി കഴിഞ്ഞു എന്നാണ്. അത്ര കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ പാരഡി ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതികരണം ഏത് രീതിയിലായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? SKN, ഈ പാരഡി ഗാനം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ അത് നിയമപരമായി നേരിടാനുള്ള സർക്കാരിന്റെ ഒരു തീരുമാനത്തിനെതിരെ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പൊതുജനങ്ങൾക്കുൾപ്പെടെ പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിച്ച ഒരു പാട്ട് കൂടിയായിരുന്നു. ആ പാട്ടിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. FIR-ൽ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ ഇതിന്റെ രചയിതാവിനെതിരെയും ഈ 4 പേർക്കെതിരെയും ഇതിൽ പ്രതി ചേർത്തിട്ടുള്ള 4 പേർക്കെതിരെയും പറയുന്നുണ്ട്. സമൂഹത്തിൽ മതവിശ്വാസം തകർത്ത് മതവികാരത്തെ അപമാനിക്കും വിധവും മതവികാരം പ്രചോദിപ്പിക്കണമെന്നും മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കി വിടണമെന്നും മനഃപൂർവമായ ഉദ്ദേശത്തോട് കൂടിയാണ് ഈ ഗാനം ഉണ്ടാക്കിയത് എന്നതാണ് FIR-ൽ പറയുന്നത്. അത്തരത്തിൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉൾപ്പെടെ ഈ പ്രതികൾക്ക് ഒരു നിമിഷം താങ്കൾ ഹോൾഡ് ചെയ്യൂ. ഇപ്പോൾ PC വിശ്വനാഥ് നമുക്കൊപ്പം ചേരുകയാണ്. വിശ്വനാഥ്, താങ്കൾ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ പാട്ട് ആലപിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പാടിയതും ഇപ്പോൾ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഈ എന്തായാലും പ്രതി ചേർത്ത് FIR ഇട്ട് കേസെടുക്കാൻ തീരുമാനിച്ചു. FIR ഇട്ട് കഴിഞ്ഞു. 4 പ്രതികളുണ്ട്. മതവികാരം വ്രണപ്പെടുത്തി എന്നതാണ് ഗുരുതരമായ ആരോപണം. എന്താണ് PC വിശ്വനാഥിന്റെ ഈ കാര്യത്തെക്കുറിച്ചുള്ള പ്രതികരണം? ഗവൺമെന്റിന്റെ ഈ തീരുമാനം, ഈ പാട്ടിനെതിരെ, ഇതിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം മലയാളികൾക്കാകെ നാണക്കേടുണ്ടാക്കുന്നതാണ്. കാരണം ഒരു പാട്ടിനെ പോലും ഉൾക്കൊള്ളാൻ ഒരു ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളത്, നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വലിയ പോരാട്ടം നടത്തുന്നവരാണ് എന്ന് വാദിക്കുന്ന ഒരു സമയത്താണ് ഒരു പാട്ട്, ഒരു സർഗരചനയാണത്, ഒരു പാരഡിയാണ്. അതിൽ ആകെ വികാരം വ്രണപ്പെടേണ്ടത് അയ്യപ്പന്റെ കട്ടളയും കഥകും ദ്വാരപാലക വിഗ്രഹവും കള്ളക്കടത്ത് നടത്തിയ സംഘത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ വേദന ഉണ്ടാകുന്നത്. അല്ലാതെ വിശ്വാസികൾക്ക് വേദന ഉണ്ടാകേണ്ട ഒരു കാര്യം അതിനകത്തില്ലല്ലോ. അപ്പോൾ ഇത് ആ കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സർഗപരമായ പ്രതിഷേധമാണ്. ഈ കൊള്ളക്കെതിരായിട്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം പ്രതിഷേധിക്കുകയാണ്. ആ സർഗപരമായ ഒരു പ്രതിഷേധത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിനെതിരെ ഒരു കേസെടുക്കുക എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം. നിലനിൽക്കുന്നതല്ല, നിയമകോടതിയിൽ ഇത് നിലനിൽക്കില്ല, അത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആദ്യം മലയാളി സമൂഹത്തിന് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഈ തീരുമാനം അപമാനം ഉണ്ടാക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഈ ജാതിമത ഈശ്വര സാന്നിധ്യമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇലക്ഷൻ നിയമങ്ങൾ നിലനിൽക്കെ ഇത്തരം ഒരു പാരഡി പാട്ടിലൂടെ മതജനങ്ങളോ അല്ലെങ്കിൽ ജാതിജനങ്ങളോ അല്ലെങ്കിൽ ദൈവജനങ്ങളോ ഒക്കെ ഉപയോഗിച്ചു എന്ന രീതിയിൽ ഒരു വാദഗതി ഉയർന്നാൽ നിയമപരമായി നിങ്ങൾ തന്നെ എങ്ങനെ നേരിടും? അല്ല, ഞങ്ങളെ ബാധിക്കുന്നില്ലല്ലോ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ UDF-ന്റെ ഇത് പ്രൊഡക്ഷനായി വന്ന ഒരു പാട്ടല്ലല്ലോ ഇത്. ഞങ്ങള് ഇലക്ഷന് ഞങ്ങൾ ഇറക്കിയ പാട്ടാണോ ഇത്? ഞാൻ തന്നെ അന്ന് താങ്കൾ SKN ശ്രദ്ധിച്ചാണ്, ഞാൻ ഡൽഹിയിൽ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എന്താ, ഈ പാട്ട് എഴുതിയ ആളെ ഞങ്ങൾക്കറിയില്ല, ഈ പാട്ട് പാടിയ ആളെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഒരു നാട്ടിലുണ്ടാകുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കവിക്കോ ഒരു കലാകാരനോ അദ്ദേഹത്തിന്റെ സർഗപരമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ കഴിയും. അങ്ങനെ രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ കൂടി വൈറലായ ഒരു പാട്ട്. അപ്പൊ അതിനുശേഷമാണ് മാധ്യമങ്ങൾ പോയി ഇത് കുഞ്ഞബ്ദുള്ള എഴുതിയതാണെന്നും
ഡാനിഷ് പാടിയതാണെന്നല്ല കണ്ടെത്തിയത്. അപ്പൊ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആരെ കൊണ്ടെങ്കിലും എഴുതിച്ചതാണ് എങ്കിലാണല്ലോ ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതല്ല. ഇനി ഇതിൽ തന്നെ ഇനി കുഞ്ഞബ്ദുള്ളയുടെ ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും തന്നെ ഇതില്ല. ഇവിടെ സ്വർണം കട്ടു എന്നുള്ളത് സത്യമല്ലേ? സ്വർണം കട്ട 5-6 ആളുകൾ ജയിലിൽ കിടക്കുകയല്ലേ? അപ്പൊ സ്വർണം കട്ട് അതിനകം കട്ട ആളുകൾ ജയിലിൽ പോയി, അതെല്ലാം ഫാക്ട് അല്ലേ? കോടതി നിൽക്കുന്ന കേസല്ലേ? ഇതിൽ ഫാക്ച്വലായ എന്തെങ്കിലും എററുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് വീണ്ടും നാണം കെടുകയാണ്. ഈ വിഷയം വീണ്ടും വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗവൺമെന്റ്. വിശ്വനാഥ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ 4 പേരെ പ്രതി ചേർത്തിട്ടുണ്ട്, മതവികാരം വ്രണപ്പെട്ടു എന്ന് തന്നെയാണ് FIR പറയുന്നത്. FIR കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് വിശദമായി ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. എന്നാലും PC വിശ്വനാഥിൻ്റെ ഒരു നിലപാടനുസരിച്ച് അപ്പോൾ ഇവർക്ക് നിയമസഹായം നൽകുക അല്ലെങ്കിൽ ഇതിന് പിൻബലം ഉണ്ടാക്കുക, കാരണം ശരിക്കും ഈ പാരഡി വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നത് സത്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷേ ഈ കേസോടെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ UDF പൊതുവെ എടുക്കുന്ന ഒരു നിലപാട് ഇക്കാര്യത്തിൽ എന്തായിരിക്കും? ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമായിട്ടൊക്കെ വേണമെങ്കിൽ ഇതിനെ വീക്ഷിക്കാം. തീർച്ചയായും, കാരണം നമ്മളെപ്പോഴും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണല്ലോ കേരള സമൂഹം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടെന്ന നിലയിൽ അവരെ നമ്മൾ പിന്തുണയ്ക്കും. അബ്ദുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഭയവുമില്ല, എന്ത് നിയമ നടപടി വന്നാലും നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്ന് എഴുത്തുകാരൻ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു PC വിശ്വനാഥ്. ശരിക്കും വാർത്താ സമ്മേളനത്തിൽ PC വിശ്വനാഥ് പറഞ്ഞിരുന്നു, ഞാനത് ഓർമ്മിക്കുന്നു, ഞാൻ നിന്നപ്പോഴാണ് അത് സംപ്രേഷണം ചെയ്തത്. അതായത് പാട്ട് എഴുതിയ ആളിനെയോ പാടിയ ആളിനെയോ ഒന്നും എനിക്ക് അറിയില്ല എന്ന് PC വിശ്വനാഥ് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പാട്ടിൻ്റെ 2 ലൈൻസ് അവിടെ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഹൈബി ഈഡൻ MP കൂടി നമുക്കൊപ്പം ചേരുന്നു. ഹൈബി ഈഡൻ, ശരിക്കും ഈ കോമഡിയായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു പാരഡി ഗാനത്തിനെതിരെ FIR ഇട്ട് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. ഇതിനെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? അല്ലെ, ഇന്ത്യയിലെ RSS സംഘപരിവാർ ശക്തികള് എഴുത്തുകാർക്കും ആർട്ടിസ്റ്റുകൾക്കും ഒരു ഇംഗ്ലീഷിനെ പോലുള്ള ആളുകൾക്കും ഇതിനെ നടത്തുന്ന പ്രവർത്തനങ്ങൾ പോലെ തന്നെയാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ലീഡർ ശ്രീ K കരുണാകരനും ജീവരാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെയൊക്കെ എത്ര മോശമായി എത്രയോ സ്റ്റേജ് പ്ലാറ്റ്ഫോമുകളിൽ, എത്രയോ വിദേശ രാജ്യങ്ങളിൽ, ലോകത്ത് എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ അവരെയൊക്കെ ഹാസ്യാത്മകമായി എങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് അസഹിഷ്ണുതയാണ് പരിപൂർണമായും. കലാവൈഭവമുള്ള ആളുകൾക്ക്, സർഗശേഷി പ്രകടിപ്പിക്കുന്ന ആളുകൾ, അതൊരു ആർട്ട് ഫോമാണ്. അതിന് ഇത്ര അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമില്ല. നിയമപരമായി ഇതിന് യാതൊരു സാധുതയുമില്ല എന്നുള്ളത് മാത്രമല്ല, അതിന്റെ എഴുത്തുകാരും അതിന്റെ ഗായകരും എല്ലാം ആ നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറാണ്. അത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടുതൽ ജീർണമായ സാഹചര്യത്തിലേക്ക്, CPMന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അവരെത്രയോ സർഗശേഷി പ്രകടിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ, തെരുവ് നാടകങ്ങളിലൂടെ, KPAC-യിലൂടെ എത്രയോ അനുഭവ സമ്പത്തുള്ള ആളുകൾ എത്രയോ നല്ല രീതിയിൽ കലയെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇത്ര അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ തന്നെ വാക്കുകൾ കേട്ടാൽ അറിയാമല്ലോ എത്രത്തോളം അദ്ദേഹം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു IB ഈഡൻ MP. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ നഗ്നമായ ലംഘനമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. എന്തായാലും 4 പ്രതികളാണുള്ളത്. 1-ാം പ്രതി കുഞ്ഞബ്ദുള്ളയാണ്, 2-ാം പ്രതി ഡാനിഷ് മലപ്പുറം, 3-ാം പ്രതി CMS മീഡിയ, 4-ാം പ്രതി സുബൈർ പന്തല്ലൂർ. മതവികാരം വ്രണപ്പെടുത്തി എന്നാണ് കേസ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാരഡി പാട്ട് പ്രചരിപ്പിച്ചതിൽ സൈബർ പോലീസ് കേസെടുത്തു, FIR ഇട്ട് കേസെടുത്തു, 4 പേരെ പ്രതികളാക്കി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കുറേ അധികം നമ്മുടെ പ്രേക്ഷകർ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമായി പല ആൾക്കാരും ഇത് വീക്ഷിച്ചു തുടങ്ങി. നമ്മുടെ പ്രേക്ഷകരും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ കാര്യത്തിൽ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം ഈ പാരഡിക്കെതിരായിട്ടൊന്നും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കേസുകളൊന്നും വരാറില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം നിങ്ങളുടെ പ്രതികരണങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ വോട്ടെടുപ്പ് ദിവസം നമ്മൾ പ്രഖ്യാപിച്ച 10 ഫോണിൻ്റെ കാര്യമില്ലേ, ആ പ്രൈസിൻ്റെ പ്രഖ്യാപനം ഇന്ന് ഈ പരിപാടിയിൽ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നുള്ളൂ. ആർക്കാണ് ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ടുമായി സഹകരിച്ച് 24 നൽകുന്ന 10 ഫോണുകൾ ലഭിച്ചവരുടെ പേരുവിവരങ്ങൾ എന്തൊക്കെയാണ്? ആ പ്രവചന മത്സരത്തിലെ പേരുവിവരങ്ങൾ നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരുന്നുള്ളൂ. എന്തായാലും 10 പേർക്ക് ഏതാണ്ട് 12,000-ഓളം ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 10 പേരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, 10 വിജയികളെ. അത് ആരൊക്കെയാണെന്ന് അറിയാൻ അല്പസമയം കൂടി നിങ്ങൾ കാത്തിരിക്കണം.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വകുപ്പുകൾക്ക് കീഴിൽ നടക്കുന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നൽകിയ നിർദ്ദേശം. എല്ലാ ജില്ലകളിലെയും വികസന പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനാണ് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്ന കണക്കൂട്ടലാണ് വകുപ്പുകൾക്ക് കീഴിലുള്ള വികസന പദ്ധതികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം നടത്തണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അവരവരുടെ ജില്ലകളിലെ വികസന പദ്ധതികളും ഫെബ്രുവരിക്കകം പൂർത്തിയാക്കാൻ പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനും വികസന നേട്ടമായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ തയ്യാറെടുപ്പുകൾ. ഔഷധി ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 60 വയസ്സായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ ജീവനക്കാർക്ക് പെൻഷൻ പദ്ധതിയും തീരുമാനിച്ചിട്ടുണ്ട്. LICയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. IMG ഡയറക്ടറായിരുന്ന K ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചതിനെതിരെ B അശോക് ഹർജി നൽകിയ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ പരാമർശിക്കപ്പെട്ടു. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയോ തീരുമാനങ്ങളോ ഇല്ല. 24 തിരുവനന്തപുരം. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷം വരുന്ന ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയാണ്. പ്രവചന മത്സരത്തിലെ വിജയികൾ ആരെന്ന് പറയാൻ പോവുകയാണ്. വോട്ടെടുപ്പ് ദിവസമായിരുന്നു നമ്മൾ ഈ കാര്യം പറഞ്ഞത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരേ സമയം 24-ലൂടെ ടെലിവിഷൻ ചാനൽ വഴിയും അല്ലാതെ യൂട്യൂബ് വഴിയും ഒക്കെ ഇത് കണ്ടത്. നിങ്ങൾക്കറിയാം 85 ലക്ഷം കേബിൾ ഹോംസിലും അതേപോലെ എയർടെൽ പോലെയും ടാറ്റ പോലെയുള്ള DTH വഴിയും സൺ ഡയറക്റ്റ് പോലെ DTH വഴിയൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം കണ്ടു. അപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ അന്നൊരു പ്രൈസ് പ്രഖ്യാപിച്ചത്. എന്തായാലും നമുക്കൊപ്പം തന്നെ യാത്ര ചെയ്യണം. എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് നമ്മളുമായി സംവദിക്കാനാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് സംപ്രേഷണമാണ് അവർ കാണാറുള്ളത്. വി ആർ ഇലക്ഷൻ മാസ്റ്റേഴ്സ് എന്ന കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നടത്തുന്ന യാത്രയാണ്. എന്തായാലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. ഫലം കൃത്യമായി പ്രവചിക്കുന്ന 10 പേർക്ക് സ്മാർട്ട് ഫോൺ നൽകുമെന്നായിരുന്നു വിവരം. 12,000-ലധികം ആളുകൾ പ്രതികരിച്ചു. ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുത്ത വിജയികളെ ഭാഗ്യശാലികളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സാംസങ്ങിൻ്റെ 10 സ്മാർട്ട് ഫോണുകളാണ് വിജയികൾക്ക് നൽകുക. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളണം. ആദ്യം നമുക്ക് കോർപ്പറേഷനിലെ ഫലം പ്രവചിച്ചവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. 1639 ആളുകൾ ശരിയുത്തരം അയച്ചു. അവരിൽ തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർക്ക് ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സ്മാർട്ട് ഫോൺ കിട്ടും. 4 കോർപ്പറേഷനുകളിലും UDFനും ഓരോന്ന് വീതവും LDF NDAയും ഭരിക്കുമെന്ന് പ്രവചിച്ചവരെ ഇവരാണ്. അതായത് ഫലം ഇതായിരുന്നു: 4 കോർപ്പറേഷനുകൾ UDFനും ഓരോന്ന് വീതം LDFും NDAയും ഭരിക്കുമെന്ന് ശരിയായി പ്രവചിച്ച ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അതായത് T ആദർശ് കോട്ടയം, അയാളാണ് ആദ്യത്തെ കോർപ്പറേഷനിൽ കിട്ടിയ ആള്. ആദ്യത്തെ ആദർശ് ഫലം പ്രവചിച്ച സമയം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും നേരത്തെ തന്നെ, അതായത് ഈ ഒരു ഫലസൂചന എന്താണെന്ന് കൃത്യമായി അറിയും മുമ്പേ തന്നെ ആദർശ് പ്രവചിച്ച് കളഞ്ഞു. ഇത് വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 20 മിനിറ്റിന് മുമ്പ്, അതായത് 7:40 കോർപ്പറേഷനുകളുടെ ഫലം കോട്ടയം സ്വദേശിയായ ആദർശ് പ്രവചിച്ചത്. ആദർശിൻ്റെ നാവ് എന്തായാലും ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യണം. അത്ര കൃത്യം. ഈ ഒരുപക്ഷെ ഇലക്ഷൻ നമ്മൾ 8 മണിക്കാണ് അവിടെ വോട്ടെണ്ണൽ തുടങ്ങിയത്. വോട്ടെണ്ണാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പ്രവചനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇതായിരിക്കും വിജയികൾ എന്ന് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ വിജയി അനൂജ അനീഷ്, തിരുവനന്തപുരം. മറ്റു വിജയികളൊക്കെ തന്നെ ഇവരാണ്. കോർപ്പറേഷൻ രണ്ടാമത്തെ വിജയി അനൂജ അനീഷാണ്. ഇനിയുള്ള വിജയികൾ: മൂന്നാമത്തെ വിജയി കോർപ്പറേഷനിൽ ആൽബർട്ട് വാഴക്കായിൽ, എറണാകുളം. 4ാമത്തെ വിജയി റിനീഷ് രാജീവ്, കോഴിക്കോട്. ഇനി 14 പ്രേക്ഷകരാണ് 54 മുനിസിപ്പാലിറ്റികൾ UDF ഭരിക്കുമെന്നും 28 എണ്ണം LDF വിജയിക്കുമെന്നും 2 എണ്ണം NDA വിജയിക്കുമെന്നും പ്രവചിച്ചത്. അവരിൽ നിന്ന് 3 ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സ്മാർട്ട് ഫോണുകൾ അവർക്ക് നൽകും. തിരുവനന്തപുരത്ത് 1ാം പേരുകാരൻ തിരുവനന്തപുരത്തെ അജി വർഗീസ്, 2ാമത് കണ്ണൂരിലെ NK ജയന്തി, 3ാമത് വയനാട്ടിലെ ദിലീപ് കുമാർ. ഇനി 7 വീതം ജില്ലാ പഞ്ചായത്തുകൾ LDFും UDFും ഭരിക്കുമെന്നും അവ ഏതൊക്കെയാണെന്ന് കൃത്യമായി പ്രവചിച്ചത് 84 പേർ. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 3 പേരെയാണ് ഞാൻ ഈ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന സ്മാർട്ട് ഫോൺ വിജയികൾ ഇവരാണ്. നിഖിൽ ബേബി, ഇടുക്കി. 7:28 രാവിലെ 7:28 ഇടുക്കിയിലെ നിഖിൽ ജില്ലാ പഞ്ചായത്തുകളുടെ ഫലം കൃത്യമായി പ്രവചിച്ചത്. അത് ഒരു മിടുക്കായിട്ട് ഞാൻ കാണുന്നു. രണ്ടാമത്തെ ആള് മലപ്പുറത്തെ നിഷിത ഇത് പ്രവചിച്ചത് 7:31. അതായത് നമ്മൾ ശരിക്കും വോട്ടെണ്ണുന്നതിന് മുമ്പേ തന്നെ ഫലം പ്രവചിച്ചു. മൂന്നാമത്തെ ആൾ കാസർകോട്ടെ PS പ്രിയ. അപ്പൊ ഈ 10 പേർക്കും അങ്ങനെ ഫോൺ കിട്ടാൻ പോകുന്നു.
ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നൽകുന്ന 10 ബോർഡുകളാണ്. ഇവർക്ക് എല്ലാവർക്കും ആശംസകൾ, കൺഗ്രാജുലേഷൻ. അപ്പോൾ പേരുകൾ കൃത്യമായി കേൾക്കാത്തവരുണ്ടാകും, ചിലപ്പോൾ ഈ വിജയികൾ തന്നെ കേട്ട് കാണുമെന്ന് അറിയില്ല. അവർക്കൊക്കെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ പോയാൽ 24news.com-ൽ പോയാൽ നിങ്ങൾക്ക് ഈ വിജയികളുടെ പേരുവിവരങ്ങൾ ലഭിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും ആശംസകൾ, അനുമോദനങ്ങൾ. അതേസമയം തന്നെ ഈ 12,000 ആളുകൾ പങ്കെടുത്തു ഈ പ്രവചന മത്സരത്തിൽ. അപ്പോൾ നറുക്കെടുപ്പ് കൊണ്ട് മാത്രം ഈ ഫോണുകൾ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ അടുത്ത നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിലും വലിയൊരു മത്സരം നമുക്ക് ഏർപ്പെടുത്താം. അതിൽ മറ്റേതെങ്കിലും ഒരു അവസരം നിങ്ങളെ തേടി വരും എന്ന് പ്രതീക്ഷിക്കുക. നിങ്ങൾ ഈ സമയത്ത് ചെയ്യേണ്ടത് വിജയിച്ചവരെ അനുമോദിക്കുക. വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് ടു ഓൾ വിന്നേഴ്സ്. മറ്റൊരു വാർത്തയിലേക്ക്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യാനുള്ള VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. 10 മണിവരെയാണ് ചർച്ച. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബില്ലാണെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്നലെ അവതരിപ്പിച്ച ആണവോർജ്ജ ബിൽ ലോക്സഭ പാസാക്കി. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇപ്പോഴും ചർച്ച നടക്കുകയാണോ ലോക്സഭയിൽ? SKN തീർച്ചയായും ഇപ്പോഴും ലോക്സഭയിൽ ഈ പുതിയ റാംജി ബില്ലിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ ബില്ല് ഇന്ന് ചർച്ചയ്ക്കായി അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് ഇത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് എന്നാണ്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഭൂരിഭാഗം പ്രതിപക്ഷാംഗങ്ങളും ബില്ലിൽ എതിർപ്പുന്നയിച്ചു. ബില്ല് പിൻവലിക്കുക അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുക എന്നീ കാര്യങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബില്ലിന്റെ പേരുമാറ്റം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് റാംജി എന്ന പേര് ബില്ലിന് നൽകിയതിനെതിരെ പ്രതിപക്ഷാംഗങ്ങളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കുമ്പോഴും ഇതിന്റെ ബാധ്യത സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവെക്കുന്നു. 40% തുക സംസ്ഥാനങ്ങൾ ആണ് നൽകേണ്ടത് എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 60 ദിവസത്തോളം തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വ്യവസ്ഥയും ഈ ബില്ലിലുണ്ട്. അത് സീസൺ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. 10 മണിക്കൂർ ചർച്ചയാണ് ബില്ലിൽ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 10 മണി വരെ ചർച്ച നടക്കും. അതിനുശേഷം നാളെ 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വീണ്ടും ചർച്ചകൾ തുടരും. ഈ ബില്ല് സംബന്ധിച്ച് BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ആശങ്കകളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ബില്ല് JPCക്ക് വിടും എന്നുമുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ചർച്ച പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതേസമയം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ന്യൂക്ലിയർ ഊർജ ഭേദഗതി ബിൽ, ആണവോർജ ഭേദഗതി ബില്ല് അല്പസമയം മുമ്പ് ലോക്സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബില്ല് ലോക്സഭ പാസാക്കിയത്. SKN. സൗദി അറേബ്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികൾക്കുള്ള ലെവി ഒഴിവാക്കാൻ തീരുമാനമായി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സുപ്രധാനമായ ഈ തീരുമാനമെടുത്ത. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജലീം, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് വിവരങ്ങൾ? എത്ര തൊഴിലാളികളെ ഇത് ബാധിക്കും? ഇന്ത്യൻ തൊഴിലാളികളെ ഇത് എങ്ങനെ സ്വാധീനിക്കും, പ്രത്യേകിച്ചും നമ്മുടെ മലയാളികളെ? SKN സൗദിയിലെ വ്യവസായ സ്ഥാപനങ്ങൾക്കും അതോടൊപ്പം തന്നെ വിദേശ തൊഴിലാളികൾക്കും നിക്ഷേപകർക്കും എല്ലാം വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സൗദി മന്ത്രിസഭയിൽ നിന്നും ഇന്ന് വന്നിരിക്കുന്നത്. അതായത് വ്യവസായ മേഖലയിലെ വിദേശ തൊഴിലാളികൾക്ക് ഈടാക്കുന്ന ലെവി പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇന്ന് മന്ത്രിസഭ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൗദിയിലെ വിദേശ തൊഴിലാളികൾക്ക് ഇപ്പോൾ സാധാരണ മെട്രോ മേഖലകളിൽ ഈടാക്കുന്ന ലെവി പ്രതിമാസം 800 സൗദി റിയാലാണ്. അതായത് ഒരു വർഷത്തിന് 9,600 റിയാൽ. അത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഏതാണ്ട് 2.25 ലക്ഷത്തോളം രൂപ വരും. ഈ ലെവിയാണ് ഈ വ്യവസായ മേഖലയിൽ, പ്രത്യേകിച്ച് ഈ നിർമ്മാണ മേഖലയിൽ ഫാക്ടറികൾക്കെല്ലാം വലിയ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണിത്. ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ 10,000-കണക്കിന് വിദേശികൾ ഈ മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. 2019 മുതൽ ഇത് താൽക്കാലികമായി ഈ മേഖലയ്ക്ക് ഒഴിവാക്കിയിരുന്നു. ഈ കോവിഡിന് ശേഷം ഈ കാലാവധി ഈ മാസം അവസാനിക്കുകയാണ്. ഡിസംബർ 31 അവസാനിക്കുകയാണ്. ഈ സമയത്താണ് പൂർണ്ണമായും ഇത് ഒഴിവാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഈ മേഖലയിലുള്ള വിദേശ തൊഴിലാളികൾക്ക് തീരെ ലെവി അടക്കേണ്ടതില്ല. ഫാക്ടറികൾക്കും മറ്റും വലിയ സാമ്പത്തിക ആശ്വാസമാണ് ഈ തീരുമാനം നൽകുന്നത്. നിർമ്മാണ ചെലവ് കുറയും. സൗദി ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഒരു മത്സരക്ഷമത കൂടും. അതോടൊപ്പം തന്നെ വിദേശ നിക്ഷേപകർ കൂടുതലായി സൗദിയിലേക്ക് വരും തുടങ്ങിയ നിരവധി ഗുണങ്ങൾ ഇതുവഴി ഉണ്ട്. ലെവി ഒഴിവാക്കിയ കഴിഞ്ഞ 6 വർഷം നമുക്കറിയാം ഈ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ്
ഉണ്ടായിരിക്കുന്നത്. നിക്ഷേപം 1.2 ട്രില്യൺ റിയാലായി. അതായത് 5 വർഷം കൊണ്ട് 35% നിക്ഷേപം ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ സൗദിയിലെ സ്ഥാപനങ്ങളുടെ എണ്ണം 12,000-ലധികമായി വളർന്നു. തൊഴിലാളികളുടെ എണ്ണം 70% വളർന്നു. അതായത് 8.5 ലക്ഷത്തിലധികം ആളുകൾ നിലവിൽ ഈ മേഖലയിൽ. ജലീൽ കണ്ണമംഗലമായിരുന്നു ജിദ്ദയിൽ നിന്ന് സംസാരിക്കുന്നത്. എന്തായാലും ഗുണകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വ്യവസായ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികൾക്കുള്ള ലെവി ഒഴിവാക്കാൻ സൗദി അറേബ്യൻ ഗവൺമെൻറ് തീരുമാനിച്ചു എന്നുള്ള വിവരമാണ് ജലീൽ കണ്ണമംഗലം റിപ്പോർട്ട് ചെയ്തത്. മാർക്ക് റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 24 വാർത്തയിൽ കേന്ദ്ര സർക്കാരിന് നിർണായക ഇടപെടൽ ഉണ്ടാകുന്നു. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. ഇത് ലോക്സഭയിൽ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ മറുപടി പറഞ്ഞത്. കോടികൾ വാങ്ങി മാർക്ക് റേറ്റിംഗ് അട്ടിമറിക്കുന്ന സംഘത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ MP 24നോട് പറഞ്ഞു. ബാർക്ക് റേറ്റിംഗിൽ അട്ടിമറി നടത്താൻ കേരളത്തിലെ ഒരു ചാനലുടമയും ബാർക്ക് ജീവനക്കാരനും തമ്മിൽ നടത്തിയ ഇടപാട് പുറത്തുകൊണ്ടുവന്ന 24ന്റെ ഓപ്പറേഷൻ സത്യയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നിർണായക ഇടപെടൽ. സംസ്ഥാന പോലീസ് മേധാവിയിൽ നിന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം റിപ്പോർട്ട് തേടി. FIRൽ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ അറിയിക്കാനാണ് നിർദ്ദേശം. MP-മാരായ കെ സുധാകരൻ, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ ചോദ്യങ്ങൾക്ക് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ഉദ്യോഗസ്ഥന്റെ വാലറ്റിലെത്തിയ കോടികൾ എവിടെ നിന്നാണെന്ന് കണ്ടെത്തണമെന്ന് കെ സുധാകരൻ MP. ഇങ്ങനെ പണം വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെന്റിനില്ലേ? അതേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് അന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്. റേറ്റിംഗ് തട്ടിപ്പ് സംബന്ധിച്ച് 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സമഗ്രതയും ഉറപ്പാക്കുന്നതിനായി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്ത് സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ഫ്ളാറ്റുകൾക്ക് പട്ടയം അനുവദിക്കും. 9 ജില്ലകളിലായി നിർമ്മിച്ച 2351 ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കാണ് പട്ടയം ലഭിക്കുക. പട്ടയം നൽകുന്നതോടെ ഫ്ളാറ്റിന്റെ പൂർണ്ണ അവകാശം ഫ്ളാറ്റിലെ താമസക്കാർക്ക് ലഭിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. റിനു ശ്രീധർ തത്സമയം ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ റിനു. സംസ്ഥാനത്ത് പുനർഹേകം പദ്ധതി പ്രകാരവും അതുപോലെ തന്നെ സുനാമി ദുരന്ത ബാധിതർക്കുമൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഒട്ടനവധി ഫ്ളാറ്റുകൾ താമസത്തിന് വേണ്ടി വെച്ച് നൽകിയിട്ടുണ്ട്. ഇവർക്ക് താമസ അവകാശം മാത്രമാണ് നിലവിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതാ അവർക്ക് പട്ടയം കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. റവന്യൂ വകുപ്പ് ഇത് സംബന്ധിച്ച് അതാത് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവായി തന്നെ ഈ നിർദ്ദേശം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവിഭക്ത ഓഹരി അവകാശം രേഖപ്പെടുത്തിയ പട്ടയമാണ് നൽകുന്നത്. അതായത് ഈ ഫ്ളാറ്റ് നിലനിൽക്കുന്ന ആ ഭൂമി അത് കൃത്യമായി ആ താമസിക്കുന്ന ഉടമകൾക്ക് വീതിച്ച് നൽകുന്ന ഒരു രീതിയിലാണ് ഈ പട്ടയം നൽകുക എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് 9 ജില്ലകളിലായി 2351 ഫ്ളാറ്റുകളിലെ ഉടമകൾക്ക് പട്ടയം ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇത് കൈവശം വെക്കാൻ മാത്രം, അനുഭവിക്കാൻ മാത്രമാണ് ഇത്ര വർഷം എന്നുള്ളൊരു രീതിയുണ്ട്. അത് നേരത്തെ തന്നെ ഇവർക്ക് ഈ ഫ്ളാറ്റുകൾ നൽകുമ്പോൾ കരാറായി എഴുതി നൽകിയിട്ടുണ്ട്. ആ വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൈമാറ്റം ചെയ്യുവാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഫ്ളാറ്റിൽ ഭാര്യയും ഭർത്താവുമാണ് താമസിക്കുന്നതെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പേരിലായിരിക്കും ഈ പട്ടയം നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സർവേ നമ്പർ രേഖപ്പെടുത്തേണ്ടുന്ന, സാധാരണഗതിയിൽ ഈ പട്ടയത്തിൽ സർവേ നമ്പർ രേഖപ്പെടുത്തണം. ഫ്ളാറ്റുകളിൽ സർവേ നമ്പർ നമുക്ക് ആ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റുകൾക്ക് പട്ടയം നൽകുമ്പോൾ ആ ഭൂമി, ആ ഫ്ളാറ്റ് നിലനിൽക്കുന്ന ഭൂമിയുടെ സർവേ നമ്പർ ആയിരിക്കും ആ ഭാഗത്ത് ചേർക്കേണ്ടത്. ഒപ്പം ഓരോ പട്ടയത്തിലും അധിക വിവരമായി ആ ഫ്ളാറ്റിൻ്റെ ഫ്ലോറിൻ്റെ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെയുള്ള നമ്പറുകളും നൽകുമെന്നുള്ളതാണ്, രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും നിലവിൽ ഫ്ളാറ്റുകൾ ലഭിച്ചെങ്കിലും ഈ താമസ സൗകര്യം മാത്രം, അല്ലെങ്കിൽ താമസ അവകാശം മാത്രം നിലനിൽക്കുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ളൊരു സൗകര്യപ്രദമാകും എന്നുള്ളതാണ്. ഇവർക്ക് ഇത് വെച്ച് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാനും ഒക്കെ തന്നെ സാധിക്കും, സഹായകരമാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിങ്ങൾക്കറിയാം, ഈ പാരഡി ഗാനത്തിൻ്റെ കാര്യത്തിൽ FIR ഇട്ട് ഗവൺമെൻറ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ 4 പ്രതികളുണ്ട്. ഇതിൽ ആദ്യത്തെ ഒരു പ്രതിയാണ് ഈ പാട്ടിൻ്റെ രചയിതാവായ കുഞ്ഞബ്ദുള്ള. അദ്ദേഹം ഇപ്പോൾ ടെലിഫോണിൽ ചേരുകയാണ്. കുഞ്ഞബ്ദുള്ള, നമസ്കാരം. നിങ്ങളിപ്പോൾ എവിടെയാണ്? നേരത്തെ നിങ്ങളുമായി സംസാരിച്ച് ഞാൻ ഓർമ്മിക്കുന്നു. അപ്പോൾ പറയൂ, നിങ്ങൾ എവിടെ
സന്തോഷം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു അലോസരമാണത്. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കാര്യമായിട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ഒരു ആദ്യ പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? അതെങ്ങനെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അതൊരു മറ്റു മതവികാരങ്ങളെ എങ്ങനെയാണ് അതിൽ വ്രണപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. പിന്നെ CPM-നെതിരായിട്ട് ഇത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഉപയോഗിച്ചത്, അതിപ്പോ അവര് അങ്ങനത്തെ കണ്ടന്റ് കിട്ടിയോണ്ട് അവർ ഉപയോഗിച്ചു, അത്ര അല്ലാണ്ട് എന്താ. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെ ശേഷമാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്. ഇത് 2.5 മാസമായി പാട്ട് ഇറങ്ങിയിട്ട്. അപ്പൊ ഈ വിവരം താങ്കൾ അറിഞ്ഞിരുന്നോ, ഇങ്ങനെ ഒരു കേസ് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം? ഇപ്പൊ TV-യിൽ കാണുന്നു. ഞാൻ ഖത്തറിലല്ലേ. കാരണം സാധാരണ തെരഞ്ഞെടുപ്പിലൊന്നും കേട്ടുകഴിവില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ താങ്കളുടെ മനസ്സിൽ തോന്നിയ ആദ്യ കാര്യം എന്താ? എനിക്ക് അതിനെ VD സതീശൻ വിളിച്ചിരുന്നു, ഇങ്ങനെ കേസ് വരുമെന്ന് പറഞ്ഞ്. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാന്നും പറഞ്ഞു. ഓക്കെ, താങ്കൾക്ക് ഈ കാര്യത്തിൽ ടെൻഷൻ ഒന്നുമില്ല? എനിക്കിതിപ്പോ ഒരു നിയമപരമായിട്ട് നമ്മളൊരു നിയമം അംഗീകരിക്കുന്ന നാട്ടില് അതിന്റെ നിയമം ഉണ്ടെങ്കിൽ അതൊരു നിയമം നമ്മൾ പിന്നെ അനുസരിക്കണമല്ലോ. അതെന്താന്നുള്ള കാര്യം പിന്നെ വക്കീലിനെ വെച്ചിട്ട് ചോദിക്കും. അപ്പൊ ഈ താങ്കളുടെ രചനാ വൈഭവം ഇതുകൊണ്ട് നിലച്ചു പോകത്തൊന്നുമില്ലല്ലോ പാരഡി പാട്ട് എഴുതുന്ന കാര്യത്തിൽ? അങ്ങനെയൊന്നുമില്ല. പാട്ട് എന്ന് പറഞ്ഞാല് ഞാന് പൊതു മാനവികർക്ക് വേണ്ടിയിട്ട് എന്റെ കൂടുതലും രചന ഉണ്ടാവുക. അത് ഞാൻ എപ്പോഴും എഴുതാറുണ്ട്. ഇപ്പൊ അപ്പൊ താങ്കൾ നിയമപരമായി നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് എനിക്ക് പ്രേക്ഷകരോട് പറയാമോ? നിയമപരമായിട്ടുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ ചെയ്യുക. ഓക്കെ, നന്ദി കുഞ്ഞബ്ദുള്ള. ഇതിൽ ഏതെങ്കിലും ഒരു മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് ഖേദം പ്രകടിപ്പിക്കുന്നില്ല യാതൊരു പ്രയാസം. അല്ല, ഒരു മതവികാരം വ്രണപ്പെട്ടു എന്നാണ് കേസ്. അതിനു വേണ്ടിയിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പൊ മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ താങ്കൾ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു കുഞ്ഞബ്ദുള്ള, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് താങ്ക് യു. ശരിക്കും ഈ പാരഡി കാര്യത്തിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്, FIR ആയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4 പ്രതികളുണ്ട്. അതിലൊരാളാണ് ഖത്തറിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് കുഞ്ഞബ്ദുള്ളയാണ്. ഇതിൽ കേസിൽ ഇപ്പോൾ ഒരു പ്രതിയാണ്. അദ്ദേഹമാണ് ഈ പാരഡി പാട്ട് എഴുതിയത്. ഇനി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് ആരംഭിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. മതവികാരം വ്രണപ്പെടുത്തിയെന്ന FIR. ഗാനരചയിതാവും ഗായകനും ഉൾപ്പെട്ട കേസിൽ 4 പ്രതികളുണ്ട്. അയ്യപ്പ ഭക്തിഗാനത്തെയും ചരണമന്ത്രത്തെയും അപമാനിച്ചെന്ന് FIR-ൽ പരാമർശം. പോലീസ് നടപടി കേസെടുക്കാമെന്ന സൈബർ ഓപ്പറേഷൻസ് വിഭാഗം DGP-ക്ക് റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ പോലീസിന്റേത് മലയാളിക്ക് നാണക്കേടുണ്ടാക്കുന്ന നടപടിയെന്ന PC വിശ്വനാഥ് MLA. ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കാൻ CPIM ഒരുങ്ങുന്നു. കോൺഗ്രസും ലീഗും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പെരുമാറ്റ ചട്ടത്തിന്റെ കടുത്ത ലംഘനമാണ്. വളരെ വ്യാപകമായി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ പാരഡി ഗാനം വ്യാപകമായി ഉപയോഗിച്ചു. പാട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് കോൺഗ്രസ്. പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നത്. പരാതി നൽകിയ പ്രസാദ് കുഴിക്കാലയെ തള്ളി തിരുവാഭരണ ബാധ സംരക്ഷണ സമിതി ചെയർമാൻ K. ഹരിദാസ്. ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിന് പിന്നാലെ കേരള സർവകലാശാലയിലും ഗവർണർക്ക് കീഴടങ്ങി സർക്കാർ. ഭാരതാംബ വിവാദത്തിൽ VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ KS അനിൽകുമാറിനെ സ്ഥലമാറ്റി. ശാസ്താംകോട്ട DB കോളേജിലേക്കാണ് അദ്ദേഹം മടങ്ങിപ്പോവുക. സർക്കാർ ഗവർണർ സമവായത്തിൽ CPM-ലും SFI-ലും അതൃപ്തി. ഒത്തുതീർപ്പിന് പിന്നിൽ അന്തർധാരയെന്ന് കോൺഗ്രസ്. സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായി പോയി? അതൊക്കെ അന്തർധാരയുടെ ഭാഗം തന്നെയല്ല ഇതും. സാങ്കേതിക സർവകലാശാല VC-യായി ഡോക്ടർ സിസ തോമസ് ചുമതലയേറ്റു. ഗവർണറും സർക്കാരും സമവായത്തിലെത്തിയ സാഹചര്യത്തിൽ സുപ്രീം കോടതി നാളെ നിലപാട് വ്യക്തമാക്കും. മാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. 24 വാർത്തയ്ക്ക് പിന്നാലെ DGP-യിൽ നിന്നും റിപ്പോർട്ട് തേടി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം.
എഫ്ഐആറിൽ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നിർദ്ദേശം. ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചത് കെ സുധാകരനും ഡീൻ കുര്യാക്കോസും. അതന്വേഷിക്കണം. ആ പണം നേരെ ചൊവ്വേ വന്ന പണമല്ല, അതൊരു അഴിമതി പണമാണ്, അതൊരു കള്ളക്കടത്ത് പണമാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് തെളിയിക്കാനുള്ള ഒരു അന്വേഷണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. റേറ്റിംഗ് അട്ടിമറിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കെ സുധാകരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ 14 ദിവസം റിമാൻഡിലായി. തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വെല്ലുവിളിയെ പരിഹസിച്ച വി ഡി സതീശൻ. അയാൾ വെല്ലുവിളിക്കുന്നതിന് ഞാൻ കോടതിയിൽ ഹാജരാക്കാൻ, എനിക്കെതിരായി കേസ് കൊടുത്ത് ഞാൻ കോടതിയിൽ ഹാജരാക്കുമല്ലോ. ഇനി വെല്ലുവിളിക്കുന്നത് കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞ ആരെങ്കിലും വെല്ലുവിളിക്കും? അത് ഞാൻ ഹാജരാക്കിക്കോളാം. അതുകൊണ്ടാണ് ഞാൻ നോട്ടീസ് അയച്ചപ്പോൾ മറുപടി കൊടുത്തത്. ഞാൻ അതിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. ശബരിമല സന്നിധാനത്തെ ദേവസ്വം ഭണ്ഡാരം കാണാൻ IG കയറിയ സംഭവത്തിൽ ഹൈക്കോടതിക്ക് കടുത്ത അതൃപ്തി. ആവർത്തിക്കരുതെന്ന് IGക്ക് മുന്നറിയിപ്പ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുള്ള VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ഇന്ന് രാത്രി 10 മണി വരെ ചർച്ച നടക്കും. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സാധ്യത. ആണവോർജ്ജ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വോട്ടെടുപ്പ് ബഹിഷ്കരിച്ച് തൃണമൂൽ കോൺഗ്രസ് ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികൾ. അതിജീവിതം നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിനെതിരെ കേസെടുക്കാൻ പോലീസ്. സൈബർ ആക്രമണം ശ്രദ്ധയിൽപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ. അതിജീവിതയെ അധിക്ഷേപിച്ചവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷണത്തിലാണിപ്പോൾ. 24 ബിഗ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2 മാസങ്ങൾക്കകം വികസന പദ്ധതികൾ പൂർത്തിയാക്കണം. തിരക്കിട്ട നീക്കം. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന വിലയിരുത്തലിൽ. നമ്മുടെ പാർട്ടിക്ക് അർഹമായ പരിഗണന പലർക്കും ലഭിച്ചിട്ടില്ല. അത് വാസ്തവമാണ്. അതിൻ്റെ അർത്ഥം മുന്നണി വിടുക എന്നുള്ളതല്ല. അത് മുന്നണിയിൽ തന്നെ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. അതിന് തടസ്സം നിൽക്കുന്ന ചില ആൾക്കാരുടെ മുന്നണിക്കുള്ളിൽ തന്നെ അവരാണ് ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാർ. CPM അല്ല, മറ്റുള്ള ചില പാർട്ടികൾ. LDFിൽ നിന്ന് നിരന്തരം അവഗണനയെന്ന RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാർ. UDF വിപുലീകരണ ചർച്ചകൾ തള്ളി PJ ജോസഫ്. കേരള കോൺഗ്രസ് എമ്മിന് അടിത്തറ നഷ്ടമായെന്ന് PJ ജോസഫ്. ഇപ്പോൾ അടിത്തറ നഷ്ടപ്പെട്ടവർ എന്തിനും കൂടെ വരുന്നു? ചർച്ചയില്ലെന്നേ, ഒരു ചർച്ചയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചർച്ച നടത്തണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യുന്നത്. ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. അതിന് ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. പലരെയും മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും ഇടതുപക്ഷത്തിനൊപ്പം ഹാപ്പിയെന്നും ജോസ് കെ മാണി. പാടുകൾ പറഞ്ഞു, അതിൽ സന്തോഷം. ഞങ്ങളതിൽ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉറച്ചാണ് നിൽക്കുന്നത്. ഏതെങ്കിലും കേട്ടക്കുറവുകളോ ഉയർച്ചയോ പരാജയം വരുമ്പോൾ പെട്ടെന്ന് മാറുന്നതല്ലല്ലോ രാഷ്ട്രീയം. കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയാലും പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് മാണി സി കാപ്പൻ. UDF എടുക്കുന്ന ഏത് തീരുമാനത്തോടും യോജിച്ച് പ്രവർത്തിക്കും. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എന്ന് വെച്ചാൽ പാലാ സീറ്റ് വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കളിക്കുമില്ല. അതാരുടെയും ജന്മാവകാശമല്ലോ. ഞാൻ 15,370 വോട്ടിൽ ജയിച്ച ഒരു സ്ഥലത്ത് നിന്ന് ചേട്ടൻ പൊക്കോ, നാളെ തെളിഞ്ഞ് പോരണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. കിബി മസാല ബോണ്ടിലെ ED നോട്ടീസിനെതിരെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ. നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകി. മസാല ബോണ്ടിൽ കിബിക്ക് നൽകിയ നോട്ടീസിന്മേൽ തുടർ നടപടി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിയിൽ അപ്പീലുമായി ED. സിംഗിൾ ബെഞ്ച് ഉത്തരവ് അധികാരപരിധി മറികടന്നെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തപാൽ വകുപ്പിന്റെ തിരുവനന്തപുരം മേഖലാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണമെന്ന വിചിത്ര ആവശ്യവുമായി BMS. കരോൾ ഗാനത്തിനൊപ്പം ഗണഗീതം ആലപിക്കണമെന്ന BMS ആവശ്യത്തിന് പിന്നാലെ പരിപാടി റദ്ദാക്കി. രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്ന BMS. തെറ്റുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലേ. അല്ലാതെ ഇതൊരു RSSന്റെ ഗണഗീതമാണ് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തതോ അങ്ങനെ ഒരു രാഷ്ട്രീയ ചിന്തയോടും ചെയ്തതല്ല. ഇത് ഞങ്ങളുടെ ജീവനക്കാർക്ക് ഒരു വിഷമം ഉണ്ടായി. അവരെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നിട്ട് കൂടി ഇവർ ഞങ്ങൾ BMSൽ അവർ ചേർന്നു എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കിയപ്പോൾ അവർക്ക് അതൊരു മാനസിക പ്രയാസം ഉണ്ടാകുകയും അതിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. ഗണഗീതം ശാഖയിൽ പാടിയാൽ മതിയെന്ന മറുപടിയുമായി DYFI. ജയിൽ DIG വിനോദ് കുമാറിനെതിരെ വിജിലൻസ് കേസ്. പണം വാങ്ങി തടവുകാർക്ക് അനധികൃതമായി സൗകര്യങ്ങൾ ചെയ്തെന്ന് ഗുരുതരമായ കണ്ടെത്തൽ. വിനോദ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനും തെളിവുകൾ. സമഗ്ര അന്വേഷണത്തിന് വിജിലൻസ്.
24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റുകൾക്ക് പട്ടയം അനുവദിക്കും. പട്ടയം ലഭിക്കുക 9 ജില്ലകളിലായി നിർമ്മിച്ച 2351 ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആളുകൾക്ക്. ഫ്ളാറ്റിന്റെ പൂർണ്ണ അവകാശം താമസക്കാർക്ക് ലഭിക്കും. പട്ടയം അനുവദിക്കാൻ ജില്ലാ കളക്ടേഴ്സിന് ഉത്തരവ് കൈമാറി റവന്യൂ വകുപ്പ്. പാലക്കാട് നഗരസഭയിൽ BJP അധികാരത്തിൽ നിന്നും താഴെയിറക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് മുസ്ലിം ലീഗ്. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസും CPM-ഉം. എക്കാലത്തും BJP ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ അത് വളരെ വ്യക്തമായിട്ട് പാലക്കാട്ടെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. യാതൊരു വികസനവും നടത്താൻ കഴിയാത്ത ഒരു ഭരണസമിതിയാണ് BJPയുടേത്. അതുകൊണ്ട് ഈ ഭരണസമിതിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് UDFിൻ്റെ ലക്ഷ്യം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് വോട്ട് വന്നത്. മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറെന്ന് മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം. അതുപോലെ തന്നെ പാർട്ടിക്കും മുന്നണിക്കൊക്കെ ദോഷമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നേതാക്കന്മാരുമായിട്ട് ആലോചിക്കുന്നേ ഉള്ളൂ, ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. സഖ്യസാധ്യതയെപ്പറ്റി നേതാക്കളുമായി കൂടിയാലോചിക്കുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. വധശ്രമ കേസിൽ BJP നിയുക്ത വാർഡ് കൗൺസിലർക്ക് 36 കൊല്ലം തടവ്. തലശ്ശേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട U. പ്രശാന്തിനാണ് തടവ് ശിക്ഷ. CPM പ്രവർത്തകൻ P. രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ശിക്ഷ വന്നിരിക്കുന്നത്. ചാലക്കുടി നഗരസഭയിൽ UDFന് വോട്ട് ചെയ്യാൻ സ്ഥാനാർത്ഥി പണം നൽകിയെന്ന ആരോപണം. LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് കോൺഗ്രസ് കൗൺസിലറായി വിജയിച്ച അഡ്വക്കേറ്റ് ബിജു S. ചിറയത്തിനെതിരെ. വോട്ട് ചെയ്യാൻ പണം നൽകിയെന്ന് ബിജു സൂചിപ്പിക്കുന്ന വീഡിയോ LDF പുറത്തുവിട്ടു. പ്രൈം ടൈം വാർത്തയാണിത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. വ്യാപാര, നിക്ഷേപ, പ്രതിരോധ മേഖലകളിലെ സഹകരണം വ്യക്തമാക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി ഒമാനിലെത്തിയത് ജോർദാനും എത്യോപ്യയും സന്ദർശിച്ച ശേഷം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി ഒഴിയുന്നു. കൂടുതൽ സിനിമകൾക്ക് പ്രദർശന അനുമതി നൽകി കേന്ദ്ര സർക്കാർ. ഇന്നലെ രാത്രിയും ഇന്നുമായി 15 ചിത്രങ്ങൾക്ക് കൂടി അനുമതി കിട്ടി. അത് ഒരു ടൈം ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എഡിഷനിൽ നടന്ന ഫെസ്റ്റിവലിന് എന്തായിരുന്നോ ടൈം ലൈൻ, അതേ ടൈം ലൈനിലാണ് ഇപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ദ ഗിവൺ സിനാരിയോ ഓഫ് വെയർ ദ exhibition exemption has not come from INB ministry, state government has taken a very firm stand. സിനിമകളുടെ പട്ടിക കേന്ദ്രത്തിന് അയക്കുന്നതിൽ കാലതാമസം ഉണ്ടായി എന്ന ആരോപണം തള്ളി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. തിരക്കഥ വിവാദത്തിൽ മേജർ രവിക്ക് തിരിച്ചടി. കർമ്മയോദ്ധ എന്ന സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേതല്ലെന്ന് കണ്ടെത്തൽ. പരാതിക്കാരൻ റെജി മാത്യുവിന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതി ഉത്തരവായി. വയനാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കാടുകയറി. പാതിരി വനമേഖലയിലേക്ക് കടുവ പോയെന്ന് വനംവകുപ്പ്. ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് തിരിച്ച് കാട്ടിലേക്ക് കയറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സ്ഥിരീകരണം. ഇത് പാതിരി വനമേഖലയിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട്. അവിടെ തുടർ നിരീക്ഷണത്തിനായിട്ട് നമ്മൾ ക്യാമറ ട്രാപ്പുകളും പാട്രോളിങ്ങും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ഈ പ്രദേശത്തും നമ്മൾ പാട്രോളിംഗ് തുടരുന്നതാണ്. നിയന്ത്രണങ്ങൾ തുടരേണ്ട സാഹചര്യമില്ലെന്നും വനമേഖലയിൽ നിരീക്ഷണം തുടരുമെന്നും സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ. വായു മലിനീകരണം രൂക്ഷമായതോടെ കടുത്ത നിയന്ത്രണങ്ങളുമായി ഡൽഹി സർക്കാർ നാളെ മുതൽ വാഹന നിയന്ത്രണം കടുപ്പിക്കും. 10 വർഷത്തിലേറെ പഴക്കമുള്ള ഡീസൽ, പെട്രോൾ വാഹനങ്ങൾക്ക് വിലക്ക്. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് പമ്പുകളിൽ നിന്ന് ഇന്ധനം കൊടുക്കില്ല. നിയന്ത്രണം കടുപ്പിക്കാനുള്ള ഡൽഹി സർക്കാരിന്റെ അഭ്യർത്ഥന സുപ്രീം കോടതി അംഗീകരിച്ചു. പത്തനംതിട്ടയിലെ കോന്നി മുരിങ്ങമംഗലത്തിന് സമീപം വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിനിടയിൽ ജീവനക്കാരന് ദാരുണാന്ത്യം. ഷോക്കേറ്റ് മരിച്ചത് കലഞ്ഞൂർ സ്വദേശി സുബീഷ്. അറ്റകുറ്റപ്പണികൾക്കായി വൈദ്യുത ലൈനുകൾ ഓഫ് ചെയ്തെങ്കിലും എങ്ങനെ ഷോക്കേറ്റ് എന്ന് വ്യക്തമല്ല. സംഭവത്തിൽ KSEB വകുപ്പ് തല അന്വേഷണം നടത്തും. മന്ത്രി സജി ചെറിയാന്റെ വാഹനം ഇന്ന് അപകടത്തിൽപ്പെട്ടു. കാറിന്റെ ടയർ ഊരിത്തെറിച്ചാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ സംശയം പ്രകടിപ്പിച്ച മന്ത്രി പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയം, ഇതിന്റെ നട്ട് മാത്രമില്ല, പക്ഷെ ബോൾട്ടുണ്ട്. അപ്പൊ നട്ട് ഊരി പോയിട്ട് ഈ നട്ട് ബോൾട്ട് അവിടെ അതേ തന്നെ നിപ്പുണ്ട്, വണ്ടിയിലുണ്ട്.
വീര് മാത്രം ഊരിപ്പോയി. അപ്പൊ അങ്ങനെ ഊരുമോ എന്നുള്ള എന്റെ സംശയം. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അന്വേഷിക്കട്ടെ. കാർ പാർക്ക് ചെയ്തിരുന്ന ചെങ്ങന്നൂരിലെ ഗസ്റ്റ് ഹൗസിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം പ്രകോപനമില്ലാതെ മർദ്ദിച്ചുവെന്ന് ജീവനക്കാർ. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ലൈംഗിക അതിക്രമ കേസിൽ മുൻ മന്ത്രി നീല ലോഹിദാസൻ നാടാരെ വെറുതെ വിട്ടതിനെതിരെ പരാതിക്കാരി സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി എല്ലാ വശങ്ങളും പരിശോധിച്ചില്ലെന്ന ഹർജിയിൽ പരാതിക്കാരി വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥയെ കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി അതിക്രമിച്ചുവെന്നാണ് പരാതി. 1999-ലായിരുന്നു സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് കൽപ്പറ്റ നഗരസഭയിലെ പരാജയത്തിൽ നേതൃത്വത്തിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം വിമർശനവുമായി പാർട്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ പ്രതികരിച്ച് രംഗത്ത് വന്നു. പരാജയത്തിന്റെ കാരണം കൽപ്പറ്റയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് എന്നായിരുന്നു ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചിട്ടുള്ളത്. വീടിന്റെ മുൻപിൽ പടക്കം പൊട്ടിക്കലും ഉള്ള നാണക്കേട് ഓരോടെ എതിരിടേണ്ടിയൊക്കെ നമ്മളാ. ഈ നേതൃത്വം മനസ്സിലാക്കില്ല. അത്രക്കും കഴിവട്ട നേതൃത്വം അത്. ഈ പാർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവരൊക്കെ പിന്നെയും പ്രവർത്തനത്തിനായാലും എന്തിനായാലും ആ സമയത്തെ നമ്മുടെ അടുത്തേക്കൊക്കെ വരുള്ളൂ. ഇപ്പൊ എത്ര പ്രശ്നം ഉണ്ടാവും, ഓർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നമ്മളെപ്പോലത്തെ സാധാ പ്രവർത്തകരാണ് ഇതിന് മറുപടി പറയേണ്ടതും തല്ലുകൂടേണ്ടതും എല്ലാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി അധികാരത്തിലുള്ള UDF-ന് മേൽ അട്ടിമറി വിജയമാണ് LDF നേടിയത്. കൽപ്പറ്റയിൽ 30-ൽ 17 സീറ്റ് നേടിയാണ് ഇടതുമുന്നണി അധികാരം പിടിച്ചത്. UDF-ന് കിട്ടിയത് 11 സീറ്റുകൾ. ഏതാനും ദിവസങ്ങളായി കൽപ്പറ്റയിലെ കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ ഈ വിധമാണ്. ഈ കൽപ്പറ്റത്തെ ഈ ഗ്രൂപ്പുകൾ ഈ ജില്ലയിൽ മുഴുവൻ അറിയുന്നു. ഇവിടെ വല്ലാത്ത തോന്നിയാസ കളിക്കുന്നു. തമ്മാമിൽ ഒരേ പാർട്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ചവിട്ടുക. അപ്പൊ ഇനി അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഇനി തുടരാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. വയനാട് ജില്ലയിലെ ഏതാണ്ട് എല്ലായിടത്തും നമുക്ക് കിട്ടി. എന്നിട്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, അതായത് വയനാട് ജില്ലേൻ്റെ ആസ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അപമാനിക്കത്തക്ക ഏറ്റവും വലിയ അപമാനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ നേതാക്കളുടെ സ്വജനപക്ഷപാതം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. പല ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയതായാണ് ആക്ഷേപം. ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു വരവാ മാവേലി വരുമ്പോൾ, എന്നിട്ടൊരു സ്ഥാനാർത്ഥിനെ ഇടലും മുൻകൂട്ടി ഒരു പഠനവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സ്ഥാനാർത്ഥികളെ ഇടുക. കോൺഗ്രസ് നേതാക്കളടക്കം ഉൾപ്പെട്ടതാണ് വാട്സപ്പ് ഗ്രൂപ്പ്. മുസ്ലിം ലീഗിന് സീറ്റുകളും ആനുകൂല്യങ്ങളും അടിയറ വയ്ക്കുകയാണ് നേതാക്കളെന്നും വിമർശനം. നമ്മളൊക്കെ എല്ലാവരും വീട്ടിലുള്ളവർ വരെ ചർച്ച ചെയ്യുന്നുണ്ട്. പഴയ കോൺഗ്രസ്സുകാർ വരെ ആ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത്രക്കും മോശമായിട്ടാണ് കൽപ്പറ്റ നേതൃത്വത്തെ പറയുക. അത് മൊത്തത്തിൽ ഊരൊക്കെ പറയുന്നത്. നമുക്കറിയാലോ ഈ കൽപ്പറ്റ തോന്നിയാസങ്ങൾ. വിമർശനം രൂക്ഷമായപ്പോൾ ഗ്രൂപ്പിലെ അഭിപ്രായ സ്വാതന്ത്ര്യം അവസാനിപ്പിച്ച് അഡ്മിൻ ഓൺലിയാക്കുകയാണ് നേതൃത്വം ചെയ്തത്. ദയവായി നിങ്ങൾ ആരും എന്താക്കരുത്, ഇത് മോശമായിട്ട് പാർട്ടിയെ ചിത്രീകരിക്കരുത്. ഒന്ന് നിർത്തിവെക്കുക, അഡ്മിൻ ഒള്ളി ആക്കുക, ഏറ്റവും നല്ലത്. 24 വയനാട്. ഇനി ശബരിമല വാർത്തകൾ. സന്നിധാനത്തേക്ക് ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമലയിലെ സദ്യയുടെ കാര്യം തീരുമാനിച്ചു. കേരള സദ്യ കൊടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അത് ഈ മാസം 21-ാം തീയതി മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിലാകും സദ്യ വിളമ്പുക. ഇന്നുണ്ടെങ്കിൽ നാളെയില്ല, മറ്റന്നാൾ ഉണ്ടാകും. അരവണ വിതരണവും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഇടനാലക്കാരില്ലാതെ സ്പോൺസർമാരെ കണ്ടെത്തി നടപ്പാക്കാനാണ് തീരുമാനം. ഇത് ചർച്ച ചെയ്യാൻ നാളെ പ്രത്യേക ബോർഡ് യോഗം ചേരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചു. ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വനമേഖല വഴി കടത്തിവിടാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് ചേർന്ന പ്രത്യേക യോഗത്തിന് ശേഷമാണ് കേരളീയ സദ്യയിലെ അനിശ്ചിതത്വങ്ങൾ നീങ്ങിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ അറിയിച്ചത്. ഒരു ദിവസം രണ്ടും കൂടെ കൊടുക്കാനുള്ള സാഹചര്യം നോക്കില്ല. ഇന്ന് പുലാവാണെങ്കിൽ നാളെ സദ്യ, മറ്റന്നാൾ പുലാവ് എന്നുള്ളതാണ്.
അരവണ ഒരാൾക്ക് 20 എന്ന രീതിയിൽ നിജപ്പെടുത്തും. അടുത്ത വർഷം മുതൽ സന്നിധാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരവണ നിലയ്ക്കലിലും ലഭ്യമാക്കാനാണ് ആലോചന. അക്കോമഡേഷൻ നൽകുന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടുന്നില്ലെന്ന പരാതി പരിഹരിക്കാൻ പ്രത്യേക കൗണ്ടർ ആരംഭിക്കാനും തീരുമാനമായി. ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉടൻ നടപ്പാക്കേണ്ടവയുടെ മുൻഗണന നിശ്ചയിക്കാൻ നാളെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക യോഗം ചേരും. കുറേയേറെ പ്രോജക്റ്റുകൾ അടുത്ത വർഷത്തെ തീർത്ഥാടനത്തെ ഗുണകരമായി സ്വാധീനിക്കുന്ന പ്രോജക്റ്റുകളെ നമ്മളൊന്ന് മുൻഗണനാക്രമം നാളെ നിശ്ചയിക്കും. കാനനപാത വഴിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കും. ഇതിനായി പ്രത്യേക പാസ് സൗകര്യം ഒരുക്കും. സ്പോട്ട് ബുക്കിംഗിൽ ഇളവ് വരുത്താനാണ് തീരുമാനം. മകരവിളക്കുമായി ബന്ധപ്പെട്ട റിവ്യൂ മീറ്റിംഗ് ദേവസ്വം മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ 26-ന് ചേരും. അതേസമയം സന്നിധാനത്തേക്ക് ബുക്ക് ചെയ്ത തീർത്ഥാടകരെ മാത്രമേ പുല്ലുമേട് വഴി കടത്തിവിടാവൂ എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. എരുമേലിയിൽ നിന്ന് കാനനപാത വഴി വരുന്നവർക്കും ബുക്കിംഗ് നിർബന്ധമാണ്. 24 സന്നിധാനം. SIR-ന് പിന്നാലെ സെൻസസ് നടപടികൾ ആരംഭിക്കാൻ കേരളവും. കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ 70,000-ത്തിലധികം ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടി വരുമെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന കണക്ക്. ജനുവരി 15-ന് മുമ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കും. 2 ഘട്ടമായിട്ടാണ് സെൻസസ് പൂർത്തിയാക്കുക. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനറാണ് ഇനി പ്രൈം ടൈമിൽ അവസാനം. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർത്തിയാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ഗുഡ് ഈവനിങ് SKN. SIR ഒരു ഭാഗത്ത് അവസാനിക്കാൻ പോവുകയാണ്. എന്തായാലും SIR അവസാനിക്കുന്നതോടുകൂടി അടുത്ത നടപടിയിലേക്ക് കടക്കും. അടുത്ത നടപടി എന്ന് പറയുന്നത് SIR-മായി ബന്ധപ്പെട്ടതല്ല, രാജ്യവ്യാപകമായ സെൻസസ് ആരംഭിക്കാൻ പോവുകയാണ്. 2027 സെൻസസ്. അതിനുള്ള നടപടിക്രമങ്ങൾ 2026-ൽ തന്നെ ആരംഭിക്കും. 2026 ജനുവരി 15-ഓടുകൂടി ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തെ അറിയിക്കണമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതുപ്രകാരമുള്ള നടപടിക്രമങ്ങൾ കേരളത്തിലും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം 70,000-ത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരെ ഈ സെൻസസ് നടപടികൾക്ക് വേണ്ടി മാത്രം നിയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. SIR-ന് ഏകദേശം 25,000-ൽ താഴെ ഉദ്യോഗസ്ഥരെ മാത്രമാണ് നിയമിച്ചിരുന്നത്. ആ സ്ഥാനത്താണ് 70,000-ത്തിലധികം ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അധ്യാപകർ എന്നിവരെല്ലാമാണ് ഈ എന്യൂമറേറ്റർ ചുമതലകൾക്ക് വേണ്ടി നിയമിക്കുക. 700-ഓളം ആളുകൾക്ക് ഒരു എന്യൂമറേറ്റർ എന്ന നിലയിലായിരിക്കും നിയമിക്കാൻ പോകുന്നത്. ഈ 700-ഓളം പേർക്ക് ഒരു എന്യൂമറേറ്റർ വരുമ്പോൾ ഈ 6 എന്യൂമറേറ്റർമാർക്ക് അതിനു മുകളിൽ ഒരു സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലേക്കും ഒരാളെ നിയമിക്കും. സൂപ്പർവൈസർമാരുടെ ഏകോപനത്തിന് ചാർജ് ഓഫീസർമാരുണ്ടാകും. സാധാരണഗതിയിൽ തഹസിൽദാർമാർ, ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ, മുനിസിപ്പൽ സെക്രട്ടറിമാർ എന്നിവരെല്ലാമാണ് ചാർജ് ഓഫീസർ ലെവലിലേക്ക് എത്തുന്നത്. അതിനുശേഷം ജില്ലാ തലത്തിൽ ഒരു ജില്ലാ സെൻസസ് ഓഫീസർ ഉണ്ടാകും. ജില്ലാ സെൻസസ് ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടർ തന്നെയായിരിക്കും. ഒപ്പം ഈ ജില്ലാ കളക്ടർമാരുടെ ഏകോപനത്തിന് സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാന സെൻസസ് ഓഫീസർ ഉണ്ടാകും. ഈ രീതിയിലാണ് ഉദ്യോഗസ്ഥതല ക്രമീകരണങ്ങൾ സെൻസസിന് വേണ്ടി നടപ്പാക്കുന്നത്. 2026 ജനുവരി 15-ന് മുമ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ, നോട്ടിഫിക്കേഷനുകൾ ഇറക്കും. അതിനുശേഷം ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ നൽകും. 2026 സെപ്റ്റംബറിൽ ആദ്യഘട്ടം പൂർത്തിയാക്കണം. ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ വീടുകൾ, ഒപ്പം വീടുകളുടെ ആസ്തി വിവരങ്ങൾ, വ്യക്തികളുടെ ആസ്തി വിവരങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. 2ാം ഘട്ടം ആരംഭിക്കുന്നത് 2027-ലാണ്. 2027 ഫെബ്രുവരിയിലാണ് ഈ എന്യൂമറേറ്റർമാർ നേരിട്ട് വ്യക്തികളെ കണ്ട് വ്യക്തിവിവരം ശേഖരിക്കുന്നു, വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇവയെല്ലാം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്നു. ഇതാണ് 2ാം ഘട്ടം. ഇങ്ങനെ 2 ഘട്ടമായിട്ടാണ് സെൻസസ് പൂർത്തിയാക്കുന്നത്. 2021-ലാണ് സെൻസസ് നടക്കേണ്ടത്. അതായത് 2011-ലാണ് ഇപ്പോൾ സെൻസസ് അവസാനമായി നടന്നത്. അതിനുശേഷം 10 വർഷത്തിന് ശേഷം 2021-ൽ സെൻസസ് നടക്കേണ്ടതാണ്. പക്ഷേ 2021-ൽ സെൻസസ് നടന്നില്ല. അങ്ങനെയാണ് 2027-ൽ എന്തായാലും സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.